ഹലോ ഗൈസ്, ഗുട്ടൻ ടാഗ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അഡിക്റ്റീവ് എൻഡ്യൂഗൻ ഫോർ ഉൻബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ, നെഗാസിയോൺ ആർട്ടിക്കിൾ, പോസിറ്റീവ് ആർട്ടിക്കിൾ. ഈ 3 ആർട്ടിക്കിൾസ് വരുമ്പോൾ ഏതൊക്കെ എൻഡ്യൂഗൻസ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇവരുടെ എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഏതൊക്കെ എൻഡ്യൂഗൻസ് ആണ് ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് നോമിനാറ്റീവ് കേസ്, മസ്കുലിൻ ഇ ആർ, ഫെമിനിൻ ഇ, നോയിട്രാൽ ഇ എസ്, പ്ലൂരാൽ ഇ എൻ. ഇനി അക്യൂസാറ്റീവ് ഇ എൻ ഇ ഇ എസ് ഇ എൻ, ഡാറ്റീവ് ഇ എൻ ഇ എൻ ഇ എൻ ഇ എൻ. അതുപോലെ തന്നെ ഗെനറ്റീവിൽ അത് ഫുൾ ഇ എൻ. ഈ ഡാറ്റീവ് ഗെനറ്റീവ് കേസിന് പ്രത്യേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ എൻട്രികളും എന്ത് തന്നെയാണ്, ഇ എൻ തന്നെയാണ്. ഇനി നമുക്ക് ആദ്യം നോമിനാറ്റീവ് കേസിന്റെ എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ വന്നിട്ട് ഐൻ ഗ്രോസർ ഹുണ്ട് ലോഫ്റ്റ് ഇൻ പാർക്ക്. ഇതിലെ നൗൺ ഏതാണ്? ഐൻ ഹുണ്ട്. അതായത് ഇവിടെ വന്നേക്കുന്നത് ഉൻബെസ്റ്റിംറ്റർ ആണ്. നമുക്കറിയാം ഉൻബെസ്റ്റിംറ്റർ വന്നാലും പൊസസീവ് ആർട്ടിക്കിൾ വന്നാലും നെഗാസിയോൺ ആർട്ടിക്കിൾ വന്നാലും ഈ എൻഡ്യൂങ്സ് തന്നെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്താണ്, ഉൻബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ ആണ് വന്നേക്കുന്നത്. ഉൻബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ ഏതാണ്? ദർ ഹുണ്ട് ആണ്. അപ്പോൾ ദർ ഹുണ്ട് എന്ന് പറയുമ്പോൾ ഏതാണ്? മസ്കുലിൻ ആണ്. അപ്പോൾ നമ്മൾ ഏത് എൻഡ്യൂങ് ആണ് ആഡ് ചെയ്യേണ്ടത്? നോമിനാറ്റീവ് കേസിൽ മസ്കുലിൻ ഇ ആർ ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഗ്രോസ് എന്ന് പറയുന്ന അഡിക്റ്റീവിന്റെ കൂടെ ഇ ആർ എന്ന് പറയുന്ന അഡിക്റ്റീവ് എൻഡ്യൂഗൻ ആഡ് ചെയ്തു. ഈ ഐൻ അപ്പൊ എന്തായി? സെന്റൻസ് എന്തായി? ഐൻ ഗ്രോസർ ഹുണ്ട് ലോഫ്റ്റ് ഇൻ പാർക്ക് എന്നായി. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഈഷ് ഹാബെ കൈൻ ക്ലൈനസ് ഔട്ടോ. ഇവിടെ വന്നിരിക്കുന്നത് കൈൻ ആണ്. കൈൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? നെഗാസിയോൺ ആർട്ടിക്കിൾ ആണ് വന്നിരിക്കുന്നത്. ദെൻ നൗൺ വന്നിട്ട് ഔട്ടോ. ഔട്ടോ എന്ന് പറയുമ്പോൾ ദസ് ഔട്ടോ. അപ്പൊ ഏതാണ് ആർട്ടിക്കിൾ? ദസ് ആണ്. ദസ് എന്ന് പറയുമ്പോൾ നോയിട്രാൽ ആണ്. അപ്പൊ നോമിനാറ്റീവ് കേസ് നോയിട്രാൽ ഇ എസ്. അപ്പൊ ക്ലൈൻ എന്ന് പറയുന്ന അഡിക്റ്റീവിന്റെ കൂടെ ഇ എസ് എന്ന് പറയുന്ന എൻഡ്യൂങ് ആഡ് ചെയ്തു. അപ്പോൾ ഈഷ് ഹാബെ കൈൻ ക്ലൈനസ് ഔട്ടോ എന്നായി. നെക്സ്റ്റ് വന്നിട്ട് മൈൻ നോയർ ലാപ്ടോപ്പ് ഈസ്റ്റ് സെയർ ഷ്നെൽ. ഇവിടെ നൗൺ വന്നിട്ട് എന്താണ്? മൈൻ നോയർ ലാപ്ടോപ്പ്. ഇവിടെ മൈൻ ആണ് വന്നിരിക്കുന്നത്. മൈൻ എന്ന് പറയുമ്പോൾ ഏത് ആർട്ടിക്കിളാണ്? പൊസസീവ് ആർട്ടിക്കിൾ ആണ്. പൊസസീവ് ആർട്ടിക്കിൾ ലാപ്ടോപ്പ്. ലാപ്ടോപ്പിന്റെ ആർട്ടിക്കിൾ വന്നിട്ട് ദർ ആണ്. അപ്പൊ മസ്കുലിൻ ആണ്. അപ്പൊ മസ്കുലിൻ വരുമ്പോൾ നോമിനാറ്റീവ് കേസിൽ മസ്കുലിൻ വരുമ്പോൾ ഇ ആർ ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ മൈൻ നോയ് എന്ന് പറയുന്ന അഡിക്റ്റീവിന് കൂടെ ഇ ആർ എന്ന് പറയുന്ന എൻഡ്യൂങ് ആഡ് ചെയ്തു. അപ്പൊ മൈൻ നോയർ ലാപ്ടോപ്പ് ഈസ്റ്റ് സെയർ ഷ്നെൽ എന്നായി. അപ്പൊ നമുക്ക് അക്യൂസാറ്റീവ് കേസ് നോക്കാം. അപ്പൊ അക്യൂസാറ്റീവ് കേസ് വരുമ്പോൾ ഏതൊക്കെയാണ് എൻഡ്യൂങ് വരുന്നത്? ഇ എൻ ഇ ഇ എസ് ഇ എൻ. അപ്പൊ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഈഷ് സേ ഐനൻ ഗ്രോസൻ ഹുണ്ട്. അപ്പൊ ഐനൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഉൻബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ ആണ് വന്നേക്കുന്നത്. അപ്പൊ ഉൻബെസ്റ്റിംറ്റർ വരുമ്പോൾ ഹുണ്ട്. ഹുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ദർ ഹുണ്ട് ആണ്. ദർ ആണ് ആർട്ടിക്കിൾ. അപ്പൊ ദർ എന്ന് പറയുമ്പോൾ അവിടെ ഏതാണ്? മസ്കുലിൻ ആണ്. അപ്പൊ അക്യൂസാറ്റീവില് മസ്കുലിൻ ഇ എൻ ആഡ് ചെയ്തു. അപ്പൊ ഗ്രോസ് എന്ന് പറയുന്ന അഡിക്റ്റീവിന്റെ കൂടെ ഇ എൻ എന്ന് പറയുന്ന എൻഡ്യൂങ് ആഡ് ചെയ്തു. അപ്പോൾ ഈഷ് സേ ഐനൻ ഗ്രോസൻ ഹുണ്ട്. ഇനി നെക്സ്റ്റ് വന്നിട്ട് വിയർ ഹാബൻ കൈനൻ ലാങ്ങൻ ടാഗ്. അപ്പൊ കൈനൻ ആണ്. കൈനൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? നെഗാസിയോൺ ആണ് വരുന്നത്. നെഗാസിയോൺ ആർട്ടിക്കിൾ ആണ് വരുന്നത്. ടാഗ്. ടാഗ് മീൻസ് ഡേ. ടാഗിന്റെ ആർട്ടിക്കിൾ വന്നിട്ട് ദർ ടാഗ് ആണ്. അപ്പൊ ദർ എന്ന് പറയുമ്പോൾ മസ്കുലിൻ തന്നെയാണ് വരുന്നത്. അപ്പൊ അക്യൂസാറ്റീവ് മസ്കുലിൻ ഇ എൻ ആഡ് ചെയ്തു. അപ്പോൾ ലാങ് എന്ന് പറയുന്ന അഡിക്റ്റീവിന്റെ കൂടെ ഇ എൻ എന്ന് പറയുന്ന എൻഡ്യൂങ് ആഡ് ചെയ്തു. അപ്പൊ വിയർ ഹാബൻ കൈനൻ ലാങ്ങൻ ടാഗ്. നെക്സ്റ്റ് വന്നിട്ട് എർ കൗഫ്റ്റ് സൈൻ ടോയറസ് ഔട്ടോ. അപ്പൊ സൈൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? പൊസസീവ് ആർട്ടിക്കിൾ ആണ് വരുന്നത്. ദെൻ നൗൺ വന്നിട്ട് ഔട്ടോ. അപ്പൊ ദസ് ഔട്ടോ ആണ്. ദസ് എന്ന് പറയുമ്പോൾ നോയിട്രാൽ ആണ്. അപ്പൊ അക്യൂസാറ്റീവ് നോയിട്രാൽ ഇ എസ് വരും. നോയിട്രാൽ വരുമ്പോൾ നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? ഇ എസ് എന്ന് പറയുന്ന എൻഡ്യൂങ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ടോയർ എന്ന് പറയുന്ന അഡിക്റ്റീവിന്റെ കൂടെ ഇ എസ് എന്ന് പറയുന്ന എൻഡ്യൂങ് ആഡ് ചെയ്തു. അപ്പോൾ എർ കൗഫ്റ്റ് സൈൻ ടോയറസ് ഔട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത കേസ് ഡാറ്റീവ് നോക്കാം. അപ്പൊ ഡാറ്റീവിന്റെ എൻഡ്യൂങ്സ് ഏതൊക്കെയാണ്? ഇ എൻ ഇ എൻ ഇ എൻ ഇ എൻ. എല്ലാത്തിനും ഇ എൻ ആണ്. അതോടെ നമുക്ക് അവിടെ ഒരു സംശയത്തിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഈഷ് ഹെൽഫെ ഐനം ആൾട്ടെ മാൻ. ഐനം ആണ് വന്നിരിക്കുന്നത്. ഐനം എന്ന് പറയുമ്പോൾ അത് എന്താണ്? ഉൻബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ ആണ്. അപ്പൊ നൗൺ വന്നിട്ട് മാൻ. മാൻ്റെ ആർട്ടിക്കിൾ വന്നിട്ട് ദർ ആണ്. അപ്പൊ മസ്കുലിൻ ആണ്. അപ്പൊ ഡാറ്റീവ് കേസിൽ മസ്കുലിൻ വരുമ്പോൾ ഏതാണ് എൻഡ്യൂങ്? ഇ എൻ എന്ന എൻഡ്യൂങ്. അപ്പൊ ആൾട്ട് എന്ന അഡിക്റ്റീവ് ഇ എൻ എന്ന എൻഡ്യൂങ് ആഡ് ചെയ്തു. അപ്പോൾ ഈഷ് ഹെൽഫെ ഐനം ആൾട്ടെ മാൻ എന്നായി. നെക്സ്റ്റ് വന്നിട്ട് വിയർ ഷ്രൈബൻ കൈനൻ ലാങ്ങൻ ബ്രീഫ്. അപ്പൊ ഇവിടെ കൈനൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ കൈനൻ വരുമ്പോൾ നമുക്ക് എന്താന്ന് മനസ്സിലാക്കാതെ? അതൊരു നെഗാസിയോൺ ആർട്ടിക്കിൾ ആണെന്ന് മനസ്സിലാക്കാം. ദെൻ നമ്മുടെ നൗൺ വന്നിട്ട് ബ്രീഫ്. ബ്രീഫിന്റെ ആർട്ടിക്കിൾ വന്നിട്ട് ദി ആണ്. അപ്പൊ അവിടെ ഫെമിനിൻ ആണ്. അപ്പൊ ഡാറ്റീവ് ഫെമിനിൻ ഇ എൻ തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്തു? ലാങ് എന്ന് പറയുന്ന അഡിക്റ്റീവിന്റെ കൂടെ ഇ എൻ എന്ന് പറയുന്ന എൻഡ്യൂങ് ആഡ് ചെയ്തു. അപ്പൊ എന്തായി? വിയർ ഷ്രൈബൻ കൈനൻ ലാങ്ങൻ ബ്രീഫ്.
ഇനി നെക്സ്റ്റ് വന്നിട്ട് വോണ്ട് ഇൻ സൈനം ആൾട്ടൻ ഹൗസ്. അപ്പോൾ സൈനം വന്നു. സൈനം മീൻസ് എന്താണ്? അപ്പോൾ അത് പൊസസീവ് ആർട്ടിക്കിൾ ആണ്. അപ്പോൾ ഹൗസ് ആണ് നമ്മുടെ നൗൺ. ഹൗസിൻ്റെ ആർട്ടിക്കിൾ വന്നിട്ട് ദസ് ആണ്. അപ്പോൾ നോയിട്രൽ ആണ്. അപ്പോൾ ഡാറ്റീവില് നോയിട്രൽ en. അപ്പോൾ ആൾട്ട് എന്ന് പറയുന്ന അഡ്ജക്റ്റീവിന് കൂടെ en എന്ന് പറയുന്ന ഇൻറ്റും ആഡ് ചെയ്തു. അപ്പോൾ വോണ്ട് ഇൻ സൈനം ആൾട്ടൻ ഹൗസ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഗെനറ്റീവ് കേസ് നോക്കാം. അപ്പോൾ ഗെനറ്റീവ് കേസിന് ഇൻറ്റുങ്സ് വന്നിട്ട് എന്താണ്? en. അതായത് ഫുള്ളും എന്താണ്? en ആണ്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ദി ട്യൂർ ഐനസ് ആൾട്ടൻ ഹൗസസ് ഈസ്റ്റ് കപ്പുഡ്. അപ്പോൾ ഇവിടെ ഐനസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഐനസ് എന്ന് പറയുമ്പോൾ അത് എന്താണ്? അതൊരു ഇൻഡസ്ട്രിയൽ ആർട്ടിക്കിൾ ആണ്. ദെൻ നൗൺ വന്നിട്ട് ഹൗസ് ആണ്. അവിടെ ഗെനറ്റീവ് ആയതുകൊണ്ടാണ് എക്സ്ട്രാ നമ്മൾ es ആഡ് ചെയ്തു. ദെൻ ഹൗസിൻ്റെ ആർട്ടിക്കിൾ വന്നിട്ട് ദസ് ഹൗസ് ആണ്. അപ്പോൾ ദസ് എന്ന് പറയുമ്പോൾ എന്താണ്? നോയിട്രൽ ആണ്. ദെൻ ഗെനറ്റീവിൽ നോയിട്രൽ en ആഡ് ചെയ്തു. ആൾട്ട് എന്ന് പറയുന്ന അഡ്ജക്റ്റീവിൻ്റെ കൂടെ en എന്ന് പറയുന്ന ഇൻറ്റും ആഡ് ചെയ്തു. അപ്പോൾ ദി ട്യൂർ ഐനസ് ആൾട്ടൻ ഹൗസസ് ഈസ്റ്റ് കപ്പുഡ്. ഇനി അടുത്ത എക്സാമ്പിൾ വന്നിട്ട് ദി സ്റ്റിമ്മി കൈനസ് ഡെക്കാൻറ്റൻ സേങ്ങേഴ്സ് ഗഫൾട്ട് മിയർ. അപ്പോൾ കൈനസ് ആണ്. അപ്പോൾ എന്താ നമുക്കറിയാം? നെഗാസിയൻ ആർട്ടിക്കിൾ ആണെന്ന് അറിയാം. ദെൻ നൗൺ വന്നിട്ട് എന്താണ്? സേങ്ങേഴ്സ് ആണ്. അപ്പോൾ ദർ സേങ്ങേഴ്സ് ആണ്. അപ്പോൾ ദർ എന്ന് പറയുന്നത് മസ്കുലിൻ ആണ്. അപ്പോൾ ഗെനറ്റീവിൽ മസ്കുലിൻ en ആഡ് ചെയ്തു. അപ്പോൾ ഡെക്കാൻറ്റ് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവിൻ്റെ കൂടെ en എന്ന് പറയുന്ന ഇൻറ്റും ആഡ് ചെയ്തു. അപ്പോൾ സെൻറ്റൻസ് വന്നിട്ട് ദി സ്റ്റിമ്മി കൈനസ് ഡെക്കാൻറ്റൻ സേങ്ങേഴ്സ് ഗഫൾട്ട് മിയർ. ഇനി നെക്സ്റ്റ് വന്നിട്ട് ദി മൈനും ഇയറർ ഗൂട്ടൻ ഫ്രോയിൻറ്റ് സെയിൽറ്റ് ഫീൽ. ഇപ്പോൾ ഇവിടെ ഇയറർ ആണ്. അതായത് പൊസസീവ് ആർട്ടിക്കിൾ ആണ്. പൊസസീവ് ആർട്ടിക്കിൾ ഫ്രോയിൻറ്റ് എന്നുള്ളത് എന്താണ്? പ്ലൂരാലാണ്. അപ്പോൾ ഗെനറ്റീവ് പ്ലൂരാൽ വരുമ്പോൾ എന്താണ്? en ആണ്. അപ്പോൾ നമ്മൾ ഗുഡ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവിൻ്റെ കൂടെ en എന്ന് പറയുന്ന ഇൻറ്റും ആഡ് ചെയ്തു. അപ്പോൾ സെൻറ്റൻസ് വന്നിട്ട് ദി മൈനും ഇയറർ ഗൂട്ടൻ ഫ്രോയിൻറ്റ് സെയിൽറ്റ് ഫീൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഉൻബസ്റ്റിംറ്റർ, അതുപോലെ തന്നെ പൊസസീവ് ആർട്ടിക്കിൾ, നെഗാസിയൻ ആർട്ടിക്കിൾ ഇവരൊക്കെ വരുമ്പോൾ ആഡ് ചെയ്യേണ്ട എൻഡിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ചൂസ്.